നിയന്ത്രണങ്ങൾ കടുപ്പിക്കുമ്പോഴും കത്തിപ്പടരുകയാണ് ജന്തർ മന്ദറിലെ CJP പ്രതിഷേധം. ദില്ലിയിൽ 16 മെട്രോ സ്റ്റേഷനുകളാണ് അടച്ചിട്ടിരിക്കുന്നത്. 20 കമ്പനി CRPF കൂടി ഉടൻ ദില്ലിയിലെത്തും. CJP നേതാക്കളുമായി വീണ്ടും ചർച്ചയ്ക്കൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. സാഹചര്യം വിലയിരുത്താൻ അമിത്ഷായുടെ വസതിയിൽ ഉന്നത BJP നേതാക്കൾ യോഗം ചേർന്നു. പാർലമെന്റ് മാർച്ചിന് പിന്നാലെ നൂറുകണക്കിന് യുവാക്കളാണ് ദില്ലി ജന്തർ മന്ദറിലെ CJP സമരവേദിയിലേക്ക് എത്തുന്നത്. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലും CJPക്ക് പിന്തുണയേറുന്നു. ആൾക്കൂട്ടം കുറയ്ക്കാൻ ദില്ലി പോലീസ് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ജന്തർ മന്ദറിന് പരിസരത്തുള്ള 16 മെട്രോ സ്റ്റേഷനുകളാണ് പൂർണ്ണമായും അടച്ചത്. ജന്തർ മന്ദറിൽ സമരക്കാരും പോലീസും തമ്മിൽ നേരിയ സംഘർഷമുണ്ടായി. BJP നേതാക്കളെ JP നദ്ദ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചു. നദ്ദയുടെ വസതിയിൽ ഇനി ചർച്ചയ്ക്കില്ലെന്നാണ് CJPയുടെ നിലപാട്. ജന്തർ മന്ദറിലോ നിഷ്പക്ഷ വേദിയിലോ ചർച്ച വേണമെന്നാണ് ആവശ്യം. അമിത്ഷായുടെ വസതിയിൽ BJP അധ്യക്ഷൻ നിതിൻ നബീൻ, കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്ര സിംഗ് എന്നിവർ യോഗം ചേർന്ന് സാഹചര്യം വിലയിരുത്തി. പാർലമെന്റ് മാർച്ചിലെ സംഘർഷത്തിൽ പോലീസ് 10 FIRകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിരാഹാര സമരം അവസാനിപ്പിക്കാൻ ഉപാധികൾ വെച്ച് സോനം വാങ്ചു കേന്ദ്ര സർക്കാരിന് കത്തു നൽകി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികൾക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കണം, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ പാർലമെന്റിൽ സുതാര്യമായ ചർച്ച അനുവദിക്കണം എന്നിവയാണ് ആവശ്യങ്ങൾ. റിപ്പോർട്ടർ ദില്ലി.